നമസ്കാരം. അടുത്ത പൈസ്റ്റൺ ഐറ്റിയുടെ ഓൺലൈൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തിയറി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ റിവിഷനായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൂബ്രിക്കൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ഇയേഴ്സിനും സെക്കൻഡ് ഇയേഴ്സിനും ട്വിറ്ററിൽ ഒരേപോലെ പ്രാധാന്യമുള്ള പഠിക്കാനുള്ള ലൂബ്രിക്കൻസ് ആൻഡ് കൂളൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. PSC എക്സാമുകൾക്കും AITT എക്സാമിനും സാധാരണ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ തിയറി ക്ലാസ് നമ്മുടെ ഓൺലൈൻ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തിയറി ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാതെ പഠിച്ചത് കൊണ്ട് കാര്യമില്ല. എന്ത് കാര്യമാണെങ്കിലും തിയറി അറിഞ്ഞിരിക്കണം. തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A lubricant is necessary to dash. Lubrication. Okay, lubricant necessary is to dash എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ലൂബ്രിക്കൻറ്റിൻ്റെ ഫങ്ഷൻ, പർപ്പസ് എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. റൺ ദ മെഷീൻ സ്മൂത്ത്ലി ടേക്കിംഗ് ലീസ്റ്റ് ലോഡ്. മിഷൻ ഫ്രീ ആയിട്ട് സ്മൂത്തായിട്ട് റൺ ചെയ്യണം. അതായത് വലിയ എഫേർട്ട് ഒന്നും കൊടുക്കാതെ ഓവർലോഡിങ് ഒന്നും വരാതെ സ്മൂത്തായിട്ട് മിഷൻ റൺ ചെയ്ത് പോകാൻ വേണ്ടിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു റൺ ദ മെഷീൻ ക്വിക്ക്ലി. മിഷനെ വളരെ ക്വിക്കായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു സ്റ്റോപ്പ് ദ മെഷീൻ ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് മെഷീനെ നിർത്താൻ വേണ്ടിയാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു പ്രൊഡ്യൂസ് ദ വർക്ക് പീസ് ഓഫ് ഗ്രേറ്റർ ആക്യുറസി. കൂടിയ ആക്യുറസിയിൽ വർക്ക് പീസിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നും പറയുന്നു. ഇതിൽ ഓപ്ഷൻ എ റൺ ദ മിഷൻ ടേക്കിംഗ് ലീസ്റ്റ് ലോഡ്, സ്മൂത്തായിട്ട് മിഷൻ റൺ ചെയ്യണം. ഈവൻ അതിനുവേണ്ടിയാണ് നമ്മളെ ലൂബ്രിക്കേഷൻ നടത്തുന്നത്. അടുത്ത ചോദ്യം വന്നിരിക്കുന്നു. ദ ജനറൽ റേഷ്യോ ഓഫ് സോലുബിൾ ഓയിൽ ആൻഡ് വാട്ടർ യൂസ്ഡ് ആസ് കൂളൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കൂളൻ്റ് ജനറൽ പർപ്പസിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന കൂളൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോലുബിൾ ഓയിലാണ്. ആ സോലുബിൾ ഓയിലും വാട്ടറും കൂടെ മിക്സ് ചെയ്ത സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ സോലുബിൾ ഓയിലിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ എങ്ങനെയാണെന്നാണ് ചോദ്യം. 10:1, 1:10, 1:20, 20:1. അപ്പം സോലുബിൾ ഓയിലും വാട്ടറും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1:20. 1 പാർട്ട് സോലുബിൾ ഓയിലും 20 പാർട്ട് വാട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് നമ്മൾ ആ സോലുബിൾ ഓയിലിൻ്റെ ആ മിക്സർ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സെമി ലിക്വിഡ് ലൂബ്രിക്കൻ. താഴെ തന്നിരിക്കുന്നതിൽ ബെസ്റ്റ് എക്സാമ്പിൾ, സെമി ലിക്വിഡ് ലൂബ്രിക്കൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്ന്. സെമി ലിക്വിഡ്, സോളിഡും അല്ല ലിക്വിഡും അല്ല. ഓക്കെ, ഗ്രീസ്, ഗ്രാഫൈറ്റ്, കാസ്റ്റർ ഓയിൽ, ലാഡ് ഓയിൽ. ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഗ്രീസ് എന്ന് പറയുന്നതാണ് ഒരു സെമി ലിക്വിഡ് ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. സോളിഡും അല്ല ലിക്വിഡും അല്ല. ഉത്തരം ഗ്രീസ്. അടുത്ത ചോദ്യം: ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഗ്രാവിറ്റി ഫീഡ് ലൂബ്രിക്കേറ്റർ. ഗ്രാവിറ്റി ഫീഡ് ലൂബ്രിക്കേഷനിൽ തന്നെ നമ്മൾ 3 തരത്തിലുള്ള ലൂബ്രിക്കേഷൻ മെത്തേഡുകൾ നമ്മൾ പഠിച്ചായിരുന്നു. ഗ്രാവിറ്റി ഫീഡ്, ഫോഴ്സ് ഫീഡ്, സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ. അതിൽ ഗ്രാവിറ്റി ഫീഡിൽ താഴെ തന്നിരിക്കുന്ന ഉദാഹരണം ഏതാണെന്നാണ് ചോദ്യം. ഗ്രീസ് ഗൺ, റിംഗ് ലൂബ്രിക്കേറ്റർ, ടെൽറ്റെയിൽ ലൂബ്രിക്കേറ്റർ, വിക് ഫീഡ് ലൂബ്രിക്കേറ്റർ. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആ ഗ്രാവിറ്റി ഫീഡ് വരുന്നത് വിക് ഫീഡ് ലൂബ്രിക്കേറ്റർ ആണ് ഗ്രാവിറ്റി ഫീഡ് ലൂബ്രിക്കേറ്റർ ആയിട്ട് വരുന്നത്. ദ കോമൺ ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ മെഷീനിങ് ഓപ്പറേഷൻ ഈസ്. എല്ലാത്തരം മെഷീനിങ് ഓപ്പറേഷനിലും യൂസ് ചെയ്യാൻ പറ്റിയ കട്ടിംഗ് ഫ്ലൂയിഡ് ഏതാണെന്നാണ് ചോദ്യം. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ മെഷീനിങ് ഓപ്പറേഷൻ. ഉത്തരം സോലുബിൾ ഓയിൽ. സോലുബിൾ ഓയിൽ എന്ന് പറയുന്ന ലൂബ്രിക്കൂളൻ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെഷീനിങ് ഓപ്പറേഷന് വേണ്ടി ഏറ്റവും കൂടുതൽ മെറ്റൽസിൽ നമ്മൾ സാധാരണയായിട്ട് ജനറലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം: ഫയർ പോയിന്റ് ഈസ് ഡാഷ്. ഫയർ പോയിന്റ് എന്താണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് an oil gives off sufficient vapor to burn it continuously when ignited. സഫിഷ്യന്റ് വേപ്പർ തുടങ്ങാൻ വരുന്ന പോയിന്റ്, സഫിഷ്യന്റ് വേപ്പർ പുറത്തു വരാൻ തുടങ്ങുന്ന പോയിന്റ്. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് an oil will cease to flow when cooled. The temperature at which oil will ഈസിലി ഈസിലി ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ആ ടെമ്പറേച്ചർ. ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഓയിൽ ഗീവ്സ് ഓഫ് സഫിഷ്യന്റ് വേപ്പർ ടു സപ്പോർട്ട് എ മൊമെന്ററി ഫ്ലാഷ് വിത്തൗട്ട് സെറ്റിംഗ് എ ഫയർ.
and option D, the temperature at which the fire is produced. ഇതിൽ ഫയർ പോയിന്റ്, പോർ പോയിന്റ്, ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ഇത് 3 പോയിന്റുകൾ നമ്മൾ കൂളൻസിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞതാണ്. അതിൽ ഫയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the lowest temperature at which the oil will gives off sufficient vapor to support a momentary flash without setting a actual fire. അതാണ് ഫയർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സ്പ്ലാഷ് ലൂബ്രിക്കേറ്റർ നമ്മുടെ വണ്ടിയുടെ എഞ്ചിനിലൊക്കെ തട്ടിത്തെറിപ്പിക്കുന്ന ക്രാങ്കേസിലുള്ള ഓയിലിനെ നമ്മൾ തട്ടിത്തെറിപ്പിക്കുന്ന സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞത് താഴെ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളിൽ ഏതാണ് സ്പ്ലാഷ് ലൂബ്രിക്കേറ്റർ? റിങ്, വിക്ഫീഡ്, ഗ്രീസ് ഗണ്ണ്, പമ്പ് ലൂബ്രിക്കേറ്റർ. ഇതിൽ റിങ് ലൂബ്രിക്കേറ്റർ എന്ന് പറയുന്നതാണ് സ്പ്ലാഷ് മെത്തേഡിൽ വരുന്നത്. ബാക്കി വിക്ഫീഡ് ഗ്രാവിറ്റിയാണ്, ഗ്രീസ് ഗണ്ണും പമ്പും വരുന്നത് ഫോഴ്സ് ഫീഡാണ്. ഓക്കെ, അടുത്തത് സൈഡ് വേസ് ഓഫ് മെഷീൻ ആർ ഫ്രീക്വൻ്റ്ലി ലൂബ്രിക്കേറ്റഡ് ബൈ ഡാഷ്. മെഷീൻസിൻ്റെയൊക്കെ സ്ലൈഡ് വേസ് എന്തുപയോഗിച്ചാണ് നമ്മൾ സാധാരണ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടതെന്ന്? ഓപ്ഷൻ എ ഓയിൽ ക്യാൻ, ഓപ്ഷൻ ബി ഗ്രീസ് ഗൺ, ഓപ്ഷൻ സി റിംഗ് ലൂബ്രിക്കേറ്റർ ആൻഡ് ഓപ്ഷൻ ഡി വിക്ഫീഡ് ലൂബ്രിക്കേറ്റർ. സാധാരണയായിട്ട് മെഷീൻസിൻ്റെ സ്ലൈഡ് വേസും മറ്റുമൊക്കെ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിൽ ക്യാൻ ഉപയോഗിച്ചാണ് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്. Which one of the following is the reason for that tap water is not used as coolant on machine tool? നമ്മൾ കൂളൻ്റായിട്ട് വാട്ടർ പ്രിഫർ ചെയ്യത്തില്ല. അതിനുള്ള കാരണം എന്താണെന്ന്? It decreases the cutting action of the tool, danger of corrosion. Due to its high cooling effect, the cutting edge of the tool will break off. വാട്ടർ സാധാരണയായിട്ട് യൂസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് തുരുമ്പടിക്കാനുള്ള സാധ്യത, റസ്റ്റ് ഫോർമേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡേഞ്ചർ ഓഫ് കൊറോഷൻ എന്ന കാരണം കൊണ്ടാണ് നമ്മൾ വാട്ടർ ഒരു നല്ല സോല്യൂബിളായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തത്. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫ്രിക്ഷൻ ഒക്കേഴ്സ് ഇൻ ആൻ അൺലൂബ്രിക്കേറ്റഡ് ജേണൽ ബെയറിംഗ്? ലൂബ്രിക്കേറ്റ് ചെയ്യാത്ത ഒരു ജേണൽ ബിയറിംഗിൽ താഴെ തന്നിരിക്കുന്ന ഏത് ഫ്രിക്ഷനാണ് ഉണ്ടാകുക? നിങ്ങൾ വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷനിൽ ഫ്രിക്ഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അതിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ, ഡ്രൈ ഫ്രിക്ഷൻ. അൺലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജേണൽ ബിയറിംഗ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഡ്രൈ ഫ്രിക്ഷൻ ആയിരിക്കും. ഓക്കെ, പ്രിവെൻറ്റീവ് മെയിൻ്റനൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അതിൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് the overall lubrication and repair of work carried out by the maintenance section in the advance of the machine coming to breakdown. മെഷീൻ ബ്രേക്ക് ഡൗൺ ആകുന്നതിന് മുമ്പ് തന്നെ മെയിൻ്റനൻസ് ടീം അതിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലൂബ്രിക്കേഷൻ, റിപ്പയർ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ദ മെയിൻ്റനൻസ് വർക്ക് ഫോർ എനി ഫോൾട്ട് നോട്ടീസ്ഡ് ഡ്യൂറിങ് ദ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഫോൾട്ട് കാണും, അപ്പോൾ അത് റിപ്പയർ ചെയ്യുന്നു, അതിനാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു ഡൺ ടു പ്രിവെൻറ്റ് ദ മെയിൻ്റനൻസ് ഓഫ് മെഷീൻ്റെ മെയിൻ്റനൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ എബവ്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓവറോൾ ചെക്കപ്പ്, ഇൻസ്പെക്ഷൻ, മെയിൻ്റനൻസ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു തകരാറുണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന മെയിൻ്റനൻസിനെയാണ് നമ്മൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, പീരിയോഡിക്കലായിട്ട് അത് ചെയ്തു പോകുന്നതിനെ നമ്മൾ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഫോർ എഫക്റ്റീവ് കട്ടിംഗ് ഓഫ് സ്റ്റീൽ വിത്ത് ഹാക്സോ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കൂളൻ്റ് ഈസ് യൂസ്ഡ്? നമ്മൾ സ്റ്റീല് കട്ട് ചെയ്യുകയാണ്, ഹാക്സോ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഏത് കൂളൻ്റാണ് നമ്മളവിടെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന്? കട്ടിംഗ് ഓയിൽ, ഗ്രീസ്, ലാഡ് ഓയിൽ, കെറോസിൻ. നമ്മൾ ഹാക്സോ കട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ കട്ടിംഗ് ഓയിലാണ് നമ്മൾ സാധാരണ കൂളൻ്റായിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ലെവലിംഗ് ബോൾസ് ആർ യൂസ്ഡ് ഫോർ. ലെവലിംഗ് ബോൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്? supporting the load for machining, adjusting the height of the machine, rigidity of the machine, none of the above. Leveling bolts നമ്മൾ യൂസ് ചെയ്യുന്നത് adjusting the height of the machine, മെഷീൻ്റെ ഹൈറ്റും മറ്റു കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലെവലിംഗ് ബോൾസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. Which one of the following test is carried out after overhauling and reconditioning of machine? നമുക്കൊരു മെഷീൻ ഒരു ഓവറോൾ ചെയ്തു റീകണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏത് ടെസ്റ്റാണ് നമ്മൾ നടത്തുന്നതെന്ന്? ഓക്കെ, ഒരു മെഷീൻ ഓവറോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നടത്തേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് പീരിയോഡിക് അക്സെപ്റ്റൻസ് ടെസ്റ്റ് ആണ്. ഇത് പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടി പീരിയോഡിക് അക്സെപ്റ്റൻസ് ടെസ്റ്റ് നടത്തിയാണ് നമ്മൾ ഇതിൻ്റെ പാസ്സാക്കി വിടുന്നത്. Which one of the following is used to checking
റൺ ഔട്ട് ഓഫ് ദ ഇന്റേണൽ ടേപ്പർ ഓഫ് മിഷൻ സ്പിൻഡിൽ. മിഷൻ സ്പിൻഡിലൊക്കെ ഇന്റേണൽ ടേപ്പർ ഉണ്ടെന്ന് നമുക്കറിയാം, മോസ് ടേപ്പർ ആണ് വരുന്നത്. ആ ഇന്റേണൽ ടേപ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടി, റൺ ഔട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് അതിന് റൺ ഔട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന്, ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാണോ, ടെസ്റ്റ് മാൻഡൽ ആൻഡ് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ വെച്ചാണോ, അതോ പ്രിസിഷൻ ഹൈറ്റ് ഗേജ് വെച്ചാണോ, അല്ലെങ്കിൽ ടെസ്റ്റ് മാൻഡൽ ആൻഡ് പ്രിസിഷൻ ഹൈറ്റ് ഗേജ് വെച്ചിട്ടാണോ, ഇത് ഏത് വെച്ചിട്ടാണ് നമ്മൾ റൺ ഔട്ട്, ഇന്റേണൽ ടേപ്പറിന്റെ റൺ ഔട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്നാണ് ചോദ്യം. നമ്മൾ ടെസ്റ്റ് മാൻഡൽ ആൻഡ് ഡയൽ ആൻഡ് ടെസ്റ്റ് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ്, ടെസ്റ്റ് മാൻഡൽ ആൻഡ് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രിസിഷൻ സ്പിരിറ്റ് ലെവലിൻ്റെ സെൻസിറ്റിവിറ്റി, ദ സെൻസിറ്റിവിറ്റി ഓഫ് പ്രിസിഷൻ സ്പിരിറ്റ് ലെവൽ, പ്രിസിഷൻ സ്പിരിറ്റ് ലെവലിൻ്റെ സെൻസിറ്റിവിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം 0.02 to 0.05 per 1000 millimeter, 0.02 to 0.05 per 1000 millimeter ആണ് പ്രിസിഷൻ സ്പിരിറ്റ് ലെവലിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് എനി ലൂബ്രിക്കൻറ്റ്, ആ ലൂബ്രിക്കൻറ്റുകൾക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വാളിറ്റി, വിസ്കോസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, സ്പെസിഫിക് ഹീറ്റ്, എമൽസിഫിക്കേഷൻ. ഇതിൽ ലൂബ്രിക്കൻറ്റിന് വേണ്ട ഏറ്റവും വലിയ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വിസ്കോസിറ്റി എന്നുള്ളതാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബെസ്റ്റ് വേ ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് എമൽഷൻ, ഒരു എമൽഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏതാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന്, നമ്മൾ സോല്യൂബിൾ ഓയിൽ മിക്സ് ചെയ്യുന്ന, സോല്യൂബിൾ ഓയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, സോല്യൂബിൾ ഓയിൽ കൂളൻ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ എങ്ങനെയാണ് ഒരു എമൽഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, മിക്സ് സോല്യൂബിൾ ഓയിൽ ആൻഡ് വാട്ടർ ബൈ പോറിംഗ് ബോത്ത് സൈമിൾട്ടേനിയസ്ലി, സോല്യൂബിൾ ഓയിലും വാട്ടറും കൂടെ ഒരേപോലെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് മിക്സ് ചെയ്യാം. ആഡ് വാട്ടർ ടു സോല്യൂബിൾ ഓയിൽ, സോല്യൂബിൾ ഓയിലിലേക്ക് വാട്ടർ ആഡ് ചെയ്യാം. ആഡ് സോല്യൂബിൾ ഓയിൽ ടു വാട്ടർ, വാട്ടറിലേക്ക് സോല്യൂബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നൺ ഓഫ് ദി എബോവ്. ഒരു പ്രോപ്പർ വേ എന്ന് പറയുന്നത്, എമൽഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോപ്പർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് സോല്യൂബിൾ ഓയിൽ ടു വാട്ടർ, വെള്ളത്തിലേക്ക് സോല്യൂബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് പ്രോപ്പർ വേ എന്ന് പറയുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കോമൺ മെത്തേഡ് ഫോർ അപ്ലൈയിങ് കട്ടിംഗ് ഫ്ലൂയിഡ് ഓൺ ടൂൾ പോയിന്റ്, കട്ടിംഗ് ഫ്ലൂയിഡ് കൂളൻ്റ് ടൂൾ പോയിന്റിലോട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. കൂളൻ്റ് കട്ടിംഗ് ഫ്ലൂയിഡ് കട്ടിംഗ് ടൂളിൻ്റെ ടൂൾ പോയിന്റിലോട്ട് എങ്ങനെ എത്തിച്ചു കൊടുക്കുക, വിത്ത് ഹൈ പ്രഷർ ജെറ്റ്, വയർ ബ്രഷ്, വിത്ത് ഓയിൽ ക്യാൻ, എയ്തർ ബി ഓർ സി. വയർ ബ്രഷ് യൂസ് ചെയ്യാം, ഓയിൽ ക്യാൻ യൂസ് ചെയ്യാം. ഇതിൽ ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വിത്ത് ഹൈ പ്രഷർ ജെറ്റ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. വൈൽ മെഷീനിങ് കാസ്റ്റ് അയൺ ദ കൂളൻ്റ് യൂസ്ഡ് ഷുഡ് ബി, കാസ്റ്റ് അയൺ മെഷീൻ ചെയ്യുമ്പം ഏത് കൂളൻ്റ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന്. ഓപ്ഷൻ എ ഡ്രൈ എയർ, കെറോസിൻ, മെഷീൻ ഓയിൽ, സോഫ്റ്റ് വാട്ടർ. കാസ്റ്റ് അയൺ, ബ്രാസ്, ബ്രോൺസ് ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ സാധാരണ ഡ്രൈ എയർ ആണ് നമ്മൾ കൂളൻ്റ് ആയിട്ട് അവിടെ യൂസ് ചെയ്യുന്നത്. കൂളൻ്റ് വേണ്ട, ഡ്രൈ എയർ തന്നെയാണ് നമ്മളവിടെ കൂളൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ലൂബ്രിക്കൻസ് ആൻഡ് കൂളൻസിൽ നിന്ന് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇവയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പാണെങ്കിൽ പോലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, എക്സാമിന് വേണ്ടി എല്ലാവരും പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിമി മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ അറ്റൻഡ് ചെയ്യുക. നിമി മോക്ക് ടെസ്റ്റിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ഒരു 80% ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യത ഉണ്ടാവുക. നിങ്ങൾ നിമി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.